ബാബു ചില സമയത്ത് പോകുന്നത് സിഗരറ്റ് വലിക്കാനായിരിക്കും. നമുക്കറിയണം, നമ്മൾ കുറച്ച് ദിവസം ഷോ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം ഒരാൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ ഇവിടെ പോയിട്ട് അവിടെ പോയി കൊളുത്തി കൊടുക്കുമോ അതോ അവിടെ ചെന്നിട്ട് ബാത്റൂമിൽ പോകാനായി, ഇത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ദാറ്റ്സ് ഒബ്സർവേഷൻ ആണത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അവരെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും നമ്മൾ മാറി മാറി കാണും. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് തന്നെ ആദ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ കീപ്സ് ചെക്കിങ്. ഇപ്പോൾ നമ്മൾ രണ്ട് സാധനം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റോറി നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഐ വൈസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ബാക്കിയുള്ളവർ എവിടെയാണ്. അതായത് പെട്ടെന്ന് വേറെ ഇപ്പോൾ ബാക്കിയുള്ളവർ, അപ്പോൾ ഇവരുടെ ഇൻഡിവിജ്വൽ മൈക്സും നമുക്ക് കേൾക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഫൈറ്റ് തുടങ്ങിയാൽ എങ്ങനെ നമ്മൾ അറിയും നമ്മൾ ഈ സ്റ്റോറിയിൽ തന്നെയാണ്? ഇപ്പോൾ എനിക്ക് ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റെ പുറകെ ആണെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. സോ വി ഷുഡ് ബി ഓൾവേസ് ഇത്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഉള്ളത് കൊണ്ടാണ്, ബേസിക്കലി അതൊരു ഹാബിറ്റാണ്, അത് ഹാബിറ്റാക്കി എടുത്തതുമാണ്. ഈ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഇല്ല. ഓക്കെ, ചില കണ്ടസ്റ്റൻറ്റ് ചില സമയത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം, പക്ഷേ ഫേവറേറ്റ് ആയ എല്ലാവരും ഇസ് ഈക്വൽ. നമുക്ക് അത് എന്താണ്, നമുക്ക് ഇതൊരു ഡെയിലി എപ്പിസോഡല്ലേ. ഇപ്പോൾ രാത്രി പോയിരുന്നു ഞാൻ പിറ്റേ ദിവസം എങ്ങനെ എപ്പിസോഡ് ഉണ്ടാക്കണം, എന്തായിരിക്കും കോണ്ടന്റ്, എന്തായിരിക്കും പ്രൊമോ കണ്ടന്റ്, ഇതൊക്കെയാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ പ്രൊമോ വരുമ്പോൾ തന്നെ പ്രൊമോയിൽ എന്തെങ്കിലും ഉണ്ടാവണം. സോ ദർ ഇസ് എ ഫൈറ്റ് ദാറ്റ് പ്രൊമോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹിറ്റാകും. ചിലപ്പോൾ ഫൈറ്റ് ഒരുപാടായി കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഹിറ്റാവാൻ വഴിയില്ല. ചിലപ്പോൾ ഒരു ചെറിയ സോഫ്റ്റ് സ്റ്റോറി ആയിരിക്കും ഹിറ്റാവുക. സോ ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഫൺ ഓഫ് ദ ഷോ. എത്ര പേരാണ് മൊത്തത്തിൽ ഇതിൻ്റെ പിന്നിൽ? എനിക്ക് തോന്നുന്നു ഡേ ആൻഡ് നൈറ്റ് ഓൾമോസ്റ്റ് 300 പീപ്പിൾ ഫോർ 16, 17, 18 കണ്ടസ്റ്റൻസ്. ഇത്ര ആളുകളുണ്ട് ഉണ്ട്. കാരണം നമ്മൾ ക്യാമറ ഡേ 1 റോളിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പാക്കപ്പ് ഹാപ്പൻസ് ഓൺലി ഓൺ ഡേ 100. ലാൽ സാർ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് 2 പേരെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ അടയ്ക്കുമ്പോൾ ആണ് ലൈറ്റ് പിന്നെ ഓഫ് ആവുക, ലൈറ്റും ക്യാമറയും എല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ ആയിക്കൂടെ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഈ ക്യാമറ കഴിച്ച് മാറ്റിയിട്ടുണ്ടാവും പ്രൊഡക്ഷൻ, അത്ര ഫാസ്റ്റാണ് അവിടെ. അരമണിക്കൂറിനുള്ളിൽ ഈ ക്യാമറകളെല്ലാം അഴിച്ചു മാറ്റി വീട് ലോക്ക് ചെയ്ത് ഗാർഡൻ ഏരിയ എവറിത്തിങ് ദേ വിൽ ബി ലോക്ക്ഡ്, ഏനോ. പക്ഷേ രാത്രി രാവിലെ അവർ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ അവർ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് രാത്രി ഒന്നും നടക്കാൻ പാടില്ല. ബിക്കോസ് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, സൂസൈഡൽ അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയല്ല, മലയാളത്തിലല്ല, നോട്ട് ഇൻ ഇന്ത്യ. ഓവിയ, യാ. സോ അപ്പോൾ അതിന് മുമ്പും പുറത്തും ഒക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഈവൻ ബാത്റൂംസ് ദേ ഹാവ് പുട്ട് ലൈക്ക് ദോസ് സെമി ട്രാൻസ്പെറൻറ്റ് കൈൻഡ്, യുനോ, ഫുള്ളായിട്ട് അടച്ച ബാത്റൂം അല്ല, ബിക്കോസ് ഓഫ് ഓൾ ദിസ് ഇഷ്യൂസ്, യുനോ. സോ ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രെയിൻ ഉള്ള ഷോ ആണ്, ഭയങ്കര റിസ്ക് ആണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മേക്കേഴ്സിന് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല, യുനോ. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഷോ ആണ്. എത്ര സെക്കൻഡ് കൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും? ഒരു ഇഷ്യൂ ഉണ്ടായാലും എത്ര സെക്കൻഡ് കൊണ്ട് ബിഗ് ബോസ് പറയുന്ന ആളുകൾക്ക് അകത്തേക്ക് കയറാൻ പറ്റും? വെരി സൂൺ, ലൈക്ക് 15 to 30 seconds മേ ബി. കാരണം ഇത് ഫുള്ളി ഗാർഡഡ് ആണ്, ചുറ്റും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, അതിന് ചുറ്റും ക്യാമറാമാൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഗൈസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സോ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.